നമസ്കാരം. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടതാരം ഷാനവാസിക്ക തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദിലയുടെ പുറകിൽ ഷാനവാസിക്കെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണും ഹെയർ സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഷാനവാസിക്കയാണെന്ന്. അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ക്ഷീണമൊക്കെ എത്രയും വേഗം മാറി അദ്ദേഹം ഈ മലയാളം ബിഗ് ബോസ് സീസൺ 7 വിന്നറായി മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസമൊക്കെ ഷാനവാസിക്ക പഴയതുപോലെ നല്ല ആക്റ്റീവും പിന്നെ സംസാരിക്കേണ്ടടുത്ത് നന്നായി സംസാരിക്കുകയും ചെയ്ത് ഇതിൻ്റെ വിന്നറാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിക്കൊന്ന് ഷാനവാസിക്കയുടെ തിരിച്ചു വരവ് നെവിനും ആര്യനും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കും. ഷാനവാസിക്ക ലാലേട്ടൻ്റെ കൂടെ അല്ല വരുന്നത്, രാവിലെ തന്നെ വരുമായിരിക്കും. ഇപ്പോൾ ഹോട്ട്സ്റ്റാറിനകത്ത് ലൈവ് കാണിക്കാത്തത് കൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല. എന്തായാലും ലാലേട്ടൻ്റെ കൂടെ വരാനായിട്ടൊരു സാധ്യത കാണുന്നില്ല. അപ്പം ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. എന്തായാലും ആദില, നൂറ, അനുമോൾ ഇവർക്കൊക്കെ വളരെ സന്തോഷമായിട്ടുണ്ടായിരിക്കാം. അനീഷേട്ടനും ഇന്ന് ഒരാൾ ആ വീട്ടിൽ നിന്ന് പുറത്തായി പോകും. ഞാൻ അറിഞ്ഞത് ഇവനാണ്, ആര്യൻ. ഈ ആര്യൻ ഭയങ്കര എന്താ പറയുക, ഓവറാണ് എല്ലാത്തിലും. വളച്ചൊടിക്കാനും പിന്നെ ഒരു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ താനത് ഉത്തരം പറഞ്ഞു, അതാണ് ഉത്തരം എന്ന് പറയുന്ന രീതിയിൽ വളച്ചൊടിക്കാൻ കഴിവുള്ളൊരു മിടുക്കനാണ് ആര്യൻ. പക്ഷെ അത് എല്ലാ ആളുകളോടും നടക്കത്തില്ല എന്നെനിക്കറിയാം. പിന്നെ എനിക്കൊന്ന് നെവിനെ പുറത്താക്കത്തില്ലായിരിക്കും. ഇന്നലെ ലാലേട്ടൻ പറഞ്ഞ് നെവിൻ എവിഷൻ ഉണ്ടെങ്കിൽ, എവിഷനിൽ നിന്ന് പുറത്തായില്ലെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യും, മിക്കവാറും പണിഷ്മെൻറ്റ് കൊടുക്കാനേ സാധ്യതയുള്ളൂ, അല്ലാതെ എവിക്റ്റേക്ക് വിടാനൊന്നും സാധ്യത ഇല്ല. കാരണം നെവിൻ കുറച്ചും കണ്ടൻറ്റും ഒക്കെ കൊണ്ടുവരുന്ന ആളാണ്. ആര്യനാണ് പുറത്തു പോകുന്നത്. ഇനിയിപ്പോൾ ഷാനവാസിക്ക വലിയ അടുപ്പമൊന്നും കാണിക്കത്തില്ലായിരിക്കും. കാരണം അവൻ്റെ വായിൽ നിന്ന് തന്നെ വന്ന് ഷാനവാസിക്ക് ഇങ്ങോട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത്, ഞാൻ എത്ര ഒഴിവാക്കിയിട്ടാലും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനി ഷാനവാസിക്ക അവൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ്, അവനോട് മിണ്ടാനും അതിനൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ കണ്ടത്, പ്രൊമോ ഭയങ്കര സംഭവം, പക്ഷെ എപ്പിസോഡ് ഫ്ലോപ്പായിരുന്നു. ലാലേട്ടന് ഫേവറിസം ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ നെവിനെ ഒരു എന്താ പറയുക, താലോലിച്ചാണ് നോക്കുന്നത്. ഷാനവാസിക്ക ലക്ഷ്മിയെ എടി, തമ്പുരാട്ടി എന്നൊക്കെ വിളിച്ചപ്പോൾ ലാലേട്ടൻ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടു. അങ്ങനെയാണ് ഒരാളെ പെണ്ണുങ്ങളെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്താ ഷാനവാസിന് എന്ത് പണിഷ്മെൻറ്റ് തരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ബിഗ് ബോസിൻ്റെ അകത്തുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ലാലേട്ടനോട് സംസാരിക്കാൻ, ഒരുപാട് നേരം സംസാരിക്കാൻ പുള്ളി അവസരം കൊടുക്കത്തില്ല. ഒരു 3 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളിലേക്ക് പോകും. ഒരു കാര്യം മൊത്തത്തിൽ സംസാരിച്ച് തീർക്കാനായിട്ടുള്ള ഒരു ചാൻസ് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നില്ല. അതാണ് പുള്ളിയിലുള്ളൊരു കുറവ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഫേവറേറ്റിസം, നെവിൻ അനുമോളെ നല്ല രീതിയിൽ എടി, നീ ആരാടി, ആണോടി, കുലസ്ത്രീ, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അനുമോളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അവന് ഒന്നും പറയത്തില്ല, മോനെ നീ ഇരുന്നോ എന്ന് മാത്രമേ ലാലേട്ടൻ പറയത്തുള്ളൂ. അപ്പോൾ അത് ഒരു കുറവായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഷാനവാസിക്ക വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നറായി ഷാനവാസിക്ക മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
നമുക്കെല്ലാവർക്കും ഷാനവാസിക്ക് സപ്പോർട്ട് ചെയ്യാം.